ഹൗ ടു ബി സക്സസ്ഫുൾ ആസ് എൻ ഇന്റീരിയർ ഡിസൈനർ എന്ന് പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഡിസൈൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. എന്നിട്ടും പലർക്കും പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ ഈ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിലൊരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ജോലി കരസ്ഥമാക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൽ നിന്ന് എങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ലെവലിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കാനും അതുപോലെ എങ്ങനെ നമുക്ക് നമ്മളുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ പെർഫോം ചെയ്യാം, സക്സസ്ഫുൾ ആവാം എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണിത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ ഡിസൈനിങ് സ്കിൽസ് ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവരാനും അതുപോലെ നല്ല രീതിയിലുള്ള ഒരു വാല്യുബിൾ ഇൻസൈറ്റ്സും കീ സൊല്യൂഷൻസും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ഈ ഇന്റീരിയർ ഡിസൈനിങ് ഫീൽഡിൽ ഏകദേശം 15 ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കുള്ള എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ടീച്ചിങ് ഫീൽഡിൽ ഒരു 8 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഓഫ്ലൈൻ ആയിട്ടുണ്ട്, അതുപോലെ ഓൺലൈൻ ആയിട്ട് ഒരു 3 to 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് വെച്ചിട്ട് ഇൻഡസ്ട്രിയിൽ എന്താണ് കമ്പനീസ് നോക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് എന്താണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതെല്ലാം എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹാൻഡിൽ ചെയ്ത സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ലെവലിലേക്ക് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹൗ ടു ഡെവലപ്പ് യുവർ കരിയർ ആസ് എൻ ഇൻറ്റീരിയർ ഡിസൈനർ. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ കരിയർ ഒരു ഇൻറ്റീരിയർ ഡിസൈനർ എന്നുള്ള നിലയിൽ നമ്മൾ വളർത്തി കൊണ്ടുവരേണ്ടത്, അതുപോലെ ഹൗ ടു പാസ് ആൻ ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളി, നമ്മൾ എങ്ങനെ ഒരു ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആയിട്ട് പാസ്സാവാം, പിന്നെ ഒരു നല്ല രീതിയിലുള്ള ജോലി എങ്ങനെ കരസ്ഥമാക്കാം, അതുപോലെ കുറച്ചും കൂടെ ബെറ്റർ ലെവലിലുള്ള സ്കിൽസ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അതുപോലെ പ്രമോഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം കുറച്ച് നാൾ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നു, അതിന് ശേഷം നമ്മൾ പ്രമോഷൻസ് എല്ലാം പ്രതീക്ഷിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രമോഷൻസ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രീലാൻസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ല രീതിയിലുള്ള ക്ലയൻസിനെ എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ആ ക്ലയൻസിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അത് നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻഡസ്ട്രിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും.